നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി തേങ്ങ ഒക്കെ ഇട്ട് വരട്ടിയ ഒരു കൊഞ്ച് റോസ്റ്റാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് റോസ്റ്റാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. കൊഞ്ച് ഇഷ്ടമുള്ള എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തെടുക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ കൊഞ്ചെടുത്തിട്ടുണ്ട്. വലിയ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വേണം. ഞാനിവിടെ ജിഞ്ചറും ഗാർലിക്കും ക്രഷ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പേസ്റ്റായിട്ടും എടുക്കാമേ. പിന്നെ അതല്ലാതെ നമുക്ക് വഴറ്റാനായിട്ട് കുറച്ച് ജിഞ്ചറും ഗാർലിക്കും കട്ട് ചെയ്തെടുക്കണം. കറിവേപ്പില വേണം. ഒരു സവാള ചോപ്പ് ചെയ്തത് വേണം. ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങയും വേണം. പുളിയൊക്കെ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു മസാല വേണം. അതിനായിട്ട് 1/4 ടീസ്പൂൺ ഉലുവയും 2 ടീസ്പൂൺ മല്ലിയും 5 മുതൽ 6 വറ്റൽ മുളകും വേണം. ഈ മുളകിൻ്റെ എണ്ണമൊക്കെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഈ കൊഞ്ചൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ ആ നാരൊക്കെ എടുത്ത് കളഞ്ഞ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് 2-3 തവണ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ക്രഷ് ചെയ്താണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർക്കണം. ഇതിനുശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഈ പൊടികളും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ നല്ലതുപോലെ ഇതിലൊന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി വെക്കണം. ഇനി ഇതൊരു 10-15 മിനിറ്റ് നമുക്കിങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഈ കൊഞ്ച് വെക്കണം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 2 ടീസ്പൂൺ മല്ലിയും വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. എനിക്കിവിടെ എരിവ് കുറച്ച് കൂടുതൽ വേണ്ടതുകൊണ്ട് ഞാനിവിടെ ഒരു 6-7 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. 5 മുളകൊക്കെ മതിയാവും ഒരു നോർമൽ എരിവിന് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളിതിൽ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കൊണ്ട് ലോ ഫ്ലെയിമിൽ നമ്മളിതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഉലുവയുടെയും മുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്ന മസാല. നമ്മളിതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് റോസ്റ്റ് റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഇനി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചരിഞ്ഞതേ ചേർത്തിട്ടുള്ളൂ. കാര്യം നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ 1 ടീസ്പൂൺ അടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന
സവാള കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയൊക്കെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർക്കണം. ഇതൊരു മിനിമം 15 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ ഈ കൊഞ്ചിലേക്ക് ഈ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കൊഞ്ചൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോഴേ നമ്മുടെ ഈ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് ഇതിൽ വരുള്ളൂ. ഇനി നമുക്ക് ഈ കൊഞ്ച് ഇതേപോലെ ഒന്ന് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൊഞ്ചിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. ഈ റോസ്റ്റിന് നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ, അപ്പോഴായിരിക്കും നമുക്ക് ആ പ്രോപ്പർ ടേസ്റ്റ് വരുന്നത്. ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർക്കുകയാണ് ഞാൻ. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില നിറയെ ഉണ്ടെങ്കിൽ ഇതിൽ നിറയെ കറിവേപ്പില ചേർക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത മല്ലിയും മുളകും ഉലുവയും അതിനോടൊപ്പം തന്നെ തേങ്ങയും കൂടെ ചേർത്ത് വെള്ളം ഇട്ട് നല്ലതുപോലെ അരച്ചെടുത്ത മിക്സാണിത്. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഞാൻ ഈ അരപ്പ് അരച്ച മിക്സിയിലേക്ക് തന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി കൂടെ പിഴിഞ്ഞ് ചേർക്കാം. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു 2-3 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. നമ്മളിത് മാരിനേറ്റ് ചെയ്തപ്പോൾ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് ഉപ്പ് കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെയും ഉപ്പിൻ്റെയും പുളിയുടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ഈ റോസ്റ്റിലുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഉപ്പും പുളിയും പിന്നെ നമ്മളിപ്പോൾ ചേർത്ത ഈ തേങ്ങയില്ലേ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരുന്നത് പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ കൊഞ്ചൊക്കെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് കൊഞ്ചൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് കൂടെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ആദ്യമേ തന്നെ നമ്മൾ ഈ അരപ്പിട്ട കൂട്ടത്തിൽ കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ച ഗ്രേവി ആക്കി എടുക്കാം. ഞാനിത് റോസ്റ്റാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം എല്ലാം നല്ലതുപോലെ വറ്റി വരണം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി കൊഞ്ചൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങയുടെയൊക്കെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തേങ്ങ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി തേങ്ങ ഇതിൽ അരച്ചിട്ടുണ്ട്. അതിനുശേഷം കൊഞ്ച് വേവിക്കുന്നതിന് മുമ്പേ തന്നെ ഇതിലേക്ക് തേങ്ങ കുറച്ച് ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിതിൽ കുറച്ചുകൂടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊഞ്ചിൻ്റെ ഈ ഗ്രേവിയിൽ നമ്മൾ ഈ കൊഞ്ചും കൂടെ എടുത്ത് നല്ല ഈ ഗ്രേവിയും അതിന് മേലെ നമ്മൾ തൂവിയ ആ തേങ്ങയൊക്കെ കൂടെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പം നല്ല കിടുക്കാച്ചി ടേസ്റ്റായിരിക്കും നമ്മുടെ ഈ കൊഞ്ച് റോസ്റ്റിന്.
ഇത് തേങ്ങ ഇട്ടത് കൊണ്ട് നമ്മുടെ നാടൻ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്കതിൽ കിട്ടും. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ പ്രോപ്പറായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല ഇതിൽ. നല്ലൊരു മസാലയാണ് കേട്ടോ നമ്മുടെ ഈ കൊഞ്ചിൻ്റേത്. ഈ ഒരു കഷ്ണം കൊഞ്ചും ഒരല്പം മസാലയും കൂടെ ഉണ്ടെങ്കിൽ ചോറിനും ചപ്പാത്തിക്കും ഈവൻ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല കിഡിലനൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ കൊഞ്ച് റോസ്റ്റ്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ കൊഞ്ച് വാങ്ങുമ്പോൾ ഈ രീതിയിൽ റോസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്